മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും നല്ലവരല്ലാതെ ഇല്ല പാരിൽ ഭൂലോകമൊക്കെയും ഒന്നുപോലെ ആദികൾ വ്യാധികളൊന്നുമില്ല ബലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ചിങ്ങമാസത്തിൽ അത്തം മുതൽ 10 ദിവസമാണ് മലയാളികളുടെ ഓണമാഘോഷം. അത്തം 10 പൊന്നോണം. നാടുവാണിരുന്ന മഹാബലി എന്ന ചക്രവർത്തി പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ തിരുവോണ ദിവസം എത്തുമെന്നാണ് ഓണത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഉള്ള ഏറ്റവും പ്രബലമായ ഐതിഹ്യം. വിഷ്ണുഭക്തനും പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ പുത്രനും അസുര ചക്രവർത്തിയുമാണ് ഐതിഹ്യത്തിലെ ഈ പ്രബലനായ മഹാബലി. നീതിമാനും ദാനശീലനുമായ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മനുഷ്യരെല്ലാവരും സമന്മാരായിരുന്നു. കള്ളമില്ല, ചതിയില്ല, പട്ടിണിയില്ല, ദാരിദ്ര്യമില്ലാത്ത ഐശ്വര്യസമൃദ്ധമായ രാജ്യം. നീതിമാനായ ബലിയുടെ കീർത്തി വിശ്വമാകെ പടർന്നു. ഇത്രത്തോളം വളർന്ന മഹാബലിയെ ദേവന്മാർക്ക് ഭയമായി. അശ്വമേധങ്ങളിലൂടെ ശക്തനായ ബലിയെ തളയ്ക്കാൻ ദേവമാതാവ് അതിഥി വിഷ്ണുവിനെ കാണുന്നു. ബലിയെ പരീക്ഷിക്കാൻ വിഷ്ണു ഒരുങ്ങി. വിശ്വം ജയിക്കാൻ വിശ്വജിത് യാഗം തുടങ്ങുന്നു മഹാബലി. മഹാവിഷ്ണു ബ്രാഹ്മണകുമാരനായ വാമനനായി ബലിക്ക് മുന്നിലെത്തി. ദാനശീലനായ മഹാബലിയോട് വാമനൻ 3 അടി മണ്ണ് ചോദിച്ചു. മഹാബലി സമ്മതം മൂളി. പെട്ടെന്ന് ഉടൽ വിഷത്തോളം വളർന്ന വാമനൻ 2 കാലടികൾ വെച്ച് പ്രപഞ്ചം മുഴുവൻ അളന്നു. 3ാമത്തെ കാലടിക്ക് വാമനൻ സ്ഥലം ചോദിച്ചു. വിഷ്ണു അവതാരമാണ് വാമനൻ എന്ന് മനസ്സിലാക്കിയ മഹാബലി കുമ്പിട്ട് തൻ്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തു. വാമനൻ ബലിയുടെ ശിരസിൽ കാൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തി. ഏറെ സ്നേഹിച്ച പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണണമെന്ന് ബലി മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ മാവേലി മലയാളിയെ കാണാൻ തിരുവോണത്തിനെത്തുന്നു. മഹോത്സവമായ ഓണത്തിൻ്റെ നായകനായി മാവേലി. അത്തം മുതൽ 10 ദിവസം മഹാബലിയെ വരവേൽക്കാൻ നമ്മൾ ഓണം കൊണ്ടാടി എന്ന ഐതിഹ്യം. വാമനൻ്റെ തൃക്കാൽ പതിഞ്ഞ സ്ഥലമാണ് തൃക്കാൽക്കര. അത് പിന്നീട് തൃക്കാക്കരയായി. യഥാർത്ഥത്തിൽ തിരുവോണം വാമന ജയന്തി കൂടിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഹരേ കൃഷ്ണ. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും മുട്ടില്ല താനും